ഒഴിവുവേളകൾ കുടുംബത്തോടൊപ്പം ആനന്ദകരമാക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകളൊരുക്കി ഫൺ സിറ്റി പാർക്ക്. വൈവിധ്യമായ റൈഡുകളും വിനോദങ്ങളും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. ഫൺ സിറ്റി പാർക്ക് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ. പരാധീനതകളുടെ നടുവിൽ കുറുമ്പലങ്ങോട് വില്ലേജ് ഓഫീസ്. ഏതു സമയത്തും കാലപ്പഴക്കം കൊണ്ട് നിലം പൊത്താവുന്ന ഓഫീസ് കെട്ടിടത്തിലാണ് ജീവനക്കാർ ജോലി ചെയ്യുന്നത്. അടിയന്തരമായി ബദൽ സംവിധാനമുണ്ടാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും റവന്യൂ വകുപ്പ് മൌനം തുടരുകയാണ്. സംസ്ഥാനത്തെ വില്ലേജ് ഓഫീസുകളെല്ലാം ഹൈടെക്കായി മാറിക്കൊണ്ടിരിക്കുമ്പോഴാണ് നിലമ്പൂർ താലൂക്ക് പരിധിയിലെ കുറുമ്പലങ്ങോട് വില്ലേജ് ഓഫീസ് അടിസ്ഥാന സൌകര്യമില്ലാതെ 41 വർഷ പഴക്കമുള്ള കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നത്. വില്ലേജ് ഓഫീസർ ഉൾപ്പെടെ 5 ജീവനക്കാരാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. നിലവിൽ വില്ലേജ് ഓഫീസ് കെട്ടിടം പ്രവർത്തിക്കുന്നത് കാലപ്പഴക്കം കൊണ്ട് വിള്ളൽ വീണതും സുരക്ഷിതമല്ലാത്ത കെട്ടിടത്തിലാണ്. വില്ലേജ് ഓഫീസറുടെ മുറി കൂടാതെ ചെറിയ ഒരു മുറിയാണുള്ളത്. ഇതിൽ നിന്ന് തിരിയാൻ സ്ഥലമില്ലാതെയാണ് 4 ജീവനക്കാർ ജോലി ചെയ്യുന്നത്. മഴ പെയ്താൽ നനയാതിരിക്കാൻ പലപ്പോഴും ജീവനക്കാർ പെടാപ്പാടുപെടുകയാണ്. ജൂൺ മാസത്തിലുണ്ടായ മഴയിലാണ് ഈ കെട്ടിടത്തിന്റെ സംരക്ഷണ ഭിത്തി തകർന്നതും കെട്ടിടം സ്ഥിതി ചെയ്യുന്ന തറയിൽ പല ഭാഗത്തും വിള്ളൽ വീണതും. തുലാവർഷം വരാനിരിക്കെ ശക്തമായ മഴ പെയ്താൽ ഇവിടെയിരുന്ന് ജോലി ചെയ്യേണ്ടി വരുന്ന ജീവനക്കാരുടെ അവസ്ഥ പറയേണ്ടി വരില്ല. 2018 പ്രളയമുണ്ടായി 6 പേർ മരിച്ച ചെട്ടിയൻപാറയും 2019 കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമായിരുന്ന പോത്തുകൽ പഞ്ചായത്തിലെ കവളപ്പാറയും ഈ വില്ലേജ് പരിധിയിലാണ്. ചാലിയാർ, ചുങ്കത്ര, പോത്തുകൽ പഞ്ചായത്തുകളിലെ 12ഓളം വാർഡുകളിലെ ജനങ്ങൾ ആശ്രയിക്കുന്ന വില്ലേജാണ്. വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്ന ജനങ്ങളും ജീവനക്കാരും ഇവിടെ ഒട്ടും സുരക്ഷിതരല്ല. വില്ലേജ് ഓഫീസിനുള്ളിലേക്ക് എത്തിയാൽ നമ്മളെ കാത്തിരിക്കുന്നത് 41 വർഷത്തെ ഫയലുകൾ അടുക്കി വെച്ചിരിക്കുന്നതാണ്. ഫയൽ വെച്ചു കഴിഞ്ഞതോടെ നിന്ന് തിരിയാൻ പോലും സ്ഥലമില്ല. ഫയലുകൾ പലതും ചിതലെടുത്തിട്ടുണ്ടാകും. ഫയലുകളൊന്നും മാറ്റിവെക്കാൻ സ്ഥലമില്ലാത്തതിനാൽ അടുക്കിവെച്ച സ്ഥലത്ത് തന്നെയാണ്. ഏറ്റവും സുരക്ഷിതമായി ഫയലുകൾ ഉൾപ്പെടെ സൂക്ഷിക്കേണ്ട വില്ലേജ് ഓഫീസിന്റെ അവസ്ഥയാണിത്. വില്ലേജ് കെട്ടിടത്തിന്റെ തറയിലും ചുമരുകളിലും ദിവസങ്ങൾ കഴിയും തോറും വിള്ളലുകൾ കൂടി വരുന്നതാണ് ആശങ്ക ഇരട്ടിക്കാൻ കാരണം. 1984 പണിത ഒരു വില്ലേജ് ഓഫീസാണിത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഈ പ്രദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാലിയാർ പഞ്ചായത്തിന് ചാലിയാർ പുഴയ്ക്ക് ഇക്കരെ ഏറ്റവും ദുർഘടമായിരിക്കുന്ന ഒരു പ്രദേശമാണ് ഇവിടെ. 3 പഞ്ചായത്തുകൾ ഉൾക്കൊള്ളുന്ന ഒരു വില്ലേജ് ഓഫീസാണിത്. അതായത് ചുങ്കത്ര പഞ്ചായത്തും പൂത്തല് പഞ്ചായത്തും ചാലിയാർ പഞ്ചായത്തും അതിൽ ഉൾപ്പെട്ട പ്രദേശങ്ങളിലാണ് ഈ വില്ലേജ് ഓഫീസ് ഉള്ളത്. ഈ വില്ലേജ് ഓഫീസ് അന്ന് നാട്ടുകാരൊക്കെ സ്ഥലമൊക്കെ വെറുതെ കൊടുത്തു. അതേപോലെ തന്നെ തുച്ഛമായ ഒരു ഫ്ലഡിൽ നിന്ന് കിട്ടിയ ഒരു ഫണ്ടും പിന്നെ അന്നത്തെ ജോയിച്ചേട്ടൻ അതേപോലെ തന്നെ ഇന്നസാക്ക അന്നത്തെ തലമുതിർന്ന ചെട്ടിമാട്ടേക്കാർ ഇവരെല്ലാവരോടും കൂടിയിട്ടാണ് അന്നിവിടെ പിരിച്ചിട്ടാണ് ബാക്കിയുള്ള ഈ ഫണ്ട് തികയാതെ ഈ വില്ലേജ് ഓഫീസൊക്കെ പണിത്. അതിൽ ഉന്നസാക്കൊക്കെ ഏറ്റവും വലിയ പങ്ക് വഹിച്ച ഒരാളാണ്. ഇപ്പൊ ഇതിന്റെ ഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ എല്ലായിടത്തും ഹൈടെക് ആയിട്ടുണ്ട്. ഇപ്പൊ നമ്മളിവിടെ ഹൈടെക് പോയിട്ട് ഇവിടെ ഈ 5 ജീവനക്കാർക്ക് നിന്ന് തിരിയാൻ സ്ഥലമില്ല. ഇപ്പൊ കഴിഞ്ഞ മഴക്കാലത്ത് ഇത് പൊളിഞ്ഞു. അതിന്റെ പുറകു വശം കണ്ടു കഴിഞ്ഞാൽ അറിയാം, പൊളിഞ്ഞു കാടിയിട്ടുണ്ട്. ഏത് സമയത്തും ഇത് ഒരു നല്ലൊരു മഴ പെയ്തു കഴിഞ്ഞാൽ അവിടെ പൊളിഞ്ഞു കാണും. 2018 ഒരു പ്രളയം ബാധിച്ചത് ഇവിടെ തൊട്ടടുത്താണ്. 200-300 മീറ്റർ അടുത്താണ് ചെട്ടിയാമ്പാറയിൽ അന്ന് 6 ആളുടെ ജീവൻ പൊടിഞ്ഞത്. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ ഇതേമാതിരി ദുരന്തം ഉണ്ടായിട്ട് ഈ നാട്ടിൽ ഇത് ചെയ്തിട്ട് കാര്യമില്ല. ഒരു പരിതാപകരമായ അവസ്ഥയാണ് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. 1984 വില്ലേജ് രൂപീകൃതമായ അന്ന് ആ കാലഘട്ടത്തിൽ പണിതിട്ടുള്ള ചെറിയൊരു കെട്ടിടമാണ് ഇന്നും നിലനിൽക്കുന്നത്. ആ കെട്ടിടം എന്ന് പറയുന്നത് നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും, വളരെ ദയനീയ അവസ്ഥയിൽ തകരാൻ വേണ്ടി നിൽക്കുന്ന ഒരു കെട്ടിടമാണ്. അതോടൊപ്പം തന്നെ ഫയലുകൾ, ആയിരക്കണക്കിന് ഫയലുകൾ, ആയിരക്കണക്കിന് ആളുകളുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട ഫയലുകളൊക്കെ വളരെ ദയനീയമായിട്ടൊന്ന് സൂക്ഷിക്കാൻ പോലും സ്ഥലമില്ലാതെ കിടക്കുന്ന ഒരു സ്ഥിതിയാണ് അവിടെ ചെന്നാൽ നമുക്ക് കാണാൻ കഴിയുന്നത്. 2 പ്രളയം നേരിട്ടുള്ള പ്രദേശമാണിത്. നമുക്കറിയാം, 2018 ചെട്ടിയാമ്പാറ ദുരന്തവും 2019 കവളപ്പാറ ദുരന്തവും നേരിട്ടുള്ള ഒരു ഈ വില്ലേജിന്റെ പരിധിയിലാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. ജോലി എത്ര സമയം വേണമെങ്കിലും ചെയ്യാൻ ജീവനക്കാർ തയ്യാറാണ്. പക്ഷേ ഈ പൊട്ടിപ്പൊളിഞ്ഞ കെട്ടിടത്തിൽ തങ്ങൾക്ക് ആര് സുരക്ഷ തരുമെന്നാണ് ജീവനക്കാർ പരസ്പരം ചോദിക്കുന്നത്. റവന്യൂ വകുപ്പും ജില്ലാ കളക്ടറും സ്ഥലം MLAയും ഇക്കാര്യത്തിൽ കാര്യക്ഷമമായ ഇടപെടൽ നടത്തണം. ഈസ്റ്റ് ലൈഫ്, നിലമ്പൂർ.